ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന സ്കെയിൽ എങ്ങനെയാണോ അതനുസരിച്ചാണ് ചെയ്തത്. ഈ ക്യാരക്ടർ ഒരു പടി അല്ല ഒരു പടി വെച്ച് ഒരു പടി പോയാൽ പോലെ ഈ വൈദികന്റെ ഉപ്പായം അച്ഛൻ ആഗ്രഹിച്ചിട്ടാണോ? അച്ഛൻ ആലോചിച്ച് ഈ കണ്ണട വീട്ടിൽ കൊണ്ടുപോയോ? ഇല്ല, തന്നില്ല. അത് കൊണ്ടുപോകാത്ത ഭാഗ്യം. 10-15 കിലോ ഒന്നും ഉണ്ടോ അതിന്? കട്ട് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് നോക്കുക ഡയറക്ടർ അല്ലെങ്കിൽ അവരുടെ കട്ട് എങ്ങനെയാണെന്നുള്ളത്. ചെയ്തോണ്ടിരിക്കുമ്പോ ഓവറാക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൂടി പറയണം. അത് ഏത് പടം ഫസ്റ്റ് ടേക്കിൽ ഓക്കെ മൂന്നുപേരും ഗംഭീര ആർട്ടിസ്റ്റാണ്. അതോ സിംഗിൾ ടേക്കിൽ ഒരുപാട് അല്ല, വല്ല ഫ്യൂസ് ഒക്കെ അടിച്ചു പോയിട്ട് ലൈറ്റ് ഒക്കെ പോയ രണ്ടാമത് ഈ രേഖചിത്രത്തിൽ ഉൾപ്പെടെ കാണുമ്പോഴേ ഒരു ഗ്രേ ഷെയ്ഡ് ക്യാരക്ടറിനുള്ള പോലെ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അനശ്വരയ്ക്ക് ഒരു റെട്രോ സൈഡ് ഉണ്ടല്ലോ, അതായത് റെട്രോ നായികയുടെ ഒരു മുഖം ഉണ്ടെന്ന് ആളുകൾ പറയുമല്ലോ, അതിനെയും കൂടി ഉപയോഗിക്കുന്ന സിനിമയായിരിക്കും രേഖചിത്രം. തീർച്ചയായിട്ടും അതെ. ആ പടത്തില് നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇവര് ഇന്റർവ്യൂസ് ആയിരുന്നു. ആ ഇന്റർവ്യൂ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം പ്രണവ് മോഹൻലാലൊക്കെ ആയിട്ട് സിനിമ ചെയ്യാൻ പോകുന്ന കേൾക്കും. ഞാൻ കൊറേ വിളിച്ചു, ചാൻസ് കിട്ടിയില്ല. അടുത്തതിൽ തരാൻ പോകും. ഞങ്ങള് ചിലപ്പോ രോമാഞ്ചത്തിലെ സിനിമയിലായിട്ട് അല്ലെങ്കിൽ കണ്ട് മറന്ന കുറെ ക്യാരക്ടേഴ്സ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സാമ്യം ഉണ്ടാവും. ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് പ്രസരിക്കുന്ന സ്നേഹത്തിന്റെ ഏറ്റവും പ്യൂറസ്റ്റ് ആയ ഫോം ഉണ്ടാവുന്നത് ഫ്രണ്ട്ഷിപ്പിലാണെന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് സിനിമകളായ 2 ജാനേമനും പല്ലുട്ടിയും ഈ സിനിമയിലെ നായകന്മാരാണ് എൻ്റെ കൂടെ ഉള്ളത്. ആൻഡ് ഓരോ സിനിമയിലൂടെ പെർഫോമൻസിൽ നയിച്ച ഒരു പടിമുകളിലേക്ക് എത്തുന്ന അനശ്വരുണ്ട്, സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള മഹേഷ് മധു ഉണ്ട്. ഇവർ ഒരുമിക്കുന്ന സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളെ. നമസ്കാരം. ഒരു പടി അല്ല ഒരു പടി വെച്ച് ഒരു പടി പോയാൽ പോലെ. ഇദ്ദേഹത്തെ ട്രെയിലർ കാണുമ്പോൾ ഇദ്ദേഹം ഭയങ്കര ഓവർ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഐ മീൻ ഓവറാക്കി ചളാക്കി നല്ലതാണ് ഉദ്ദേശിച്ചത്. അതിന്റെ മീറ്റർ എങ്ങനെയാ തീരുമാനിക്കുക? ഒട്ടും ഓവറല്ല, ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന സ്കെയിൽ എങ്ങനെയാണോ അതനുസരിച്ചാണ് ചെയ്തത്. ഈ ക്യാരക്ടർ ആദ്യ ചോദ്യത്തിലേക്ക് തന്നെ ഒന്നുകൂടി പോവാണ്. ഇപ്പൊ ക്യാരക്ടർ കുറച്ച് ഓവർ ആയിട്ടുള്ള ലൗഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, പക്ഷെ പെർഫോം ചെയ്യുമ്പോൾ അത് ഓവറാക്കി പ്രശ്നമാക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പൊ മീറ്റർ എങ്ങനെയാ ഡിസൈഡ് ചെയ്യുന്നത് അർജുന്റെ ക്യാരക്ടറിന്റെ? ഒട്ടും ഓവറല്ല, ആ ക്യാരക്ടർ കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിന്റെ മീറ്റർ പിടിച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. ചെയ്തോണ്ടിരിക്കുമ്പോ ഓവറാക്കും പറയുന്നുണ്ടായിരുന്നു. അതും കൂടി പറയണേ. കറക്റ്റ്. അത് കുറച്ച് അതാ പറഞ്ഞേ, കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു പിടി കിട്ടാത്ത ഒരു കാറ്റ് പോലെ എവിടെ നിന്ന് വരുന്നു അങ്ങനെ എങ്ങോട്ട് പോകുന്നു എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കിടിലൻ ക്യാരക്ടറാണ്. ചാർലിയുടെ പുറത്തെ ഒരാള് നൊട്ടോറിയസ് ആയാലും എങ്ങനെ ഇരിക്കും? അങ്ങനെയാണോ? ഇല്ല, വേറൊരു സിനിമയുടെ ക്യാരക്ടറായിട്ട് കമ്പയർ ചെയ്യാൻ പുള്ളി ചെയ്യുമ്പോൾ അത് അങ്ങനെയാണ്. അത് പുള്ളിയുടെ ശൈലിയിൽ ആണ് ചെയ്തേക്കുന്നത്. രസകരമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നീ പറഞ്ഞ കണക്ട് ചെയ്ത് നോക്കിയാണ്. അതുപോലെ ചെറുതായിട്ട് ഏകദേശം കറക്റ്റാ. അല്ല എന്തായിരുന്നു ശൈലി? ശൈലിയൊന്നുമില്ല, ഒരു പറഞ്ഞു അതങ്ങ് പിടിച്ച് എന്താണ് പരിപാടി ഒരു ജഡ്ജ്മെന്റ് ഇല്ലാത്ത രീതിയിൽ കൊടുക്കാത്ത രീതിയിലൊരു ക്യാരക്ടർ വേണം. കുറച്ച് ഓവറായിരിക്കണം. കാരണം ഇത് സിറ്റുവേഷനിൽ ഈ ക്യാരക്ടർ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എൻട്രി ആണ്. അപ്പൊ അത് പിന്നെ ആ രീതിക്ക് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആ സിറ്റുവേഷൻ പറയാൻ പറ്റാത്തൊരു അതാ. ഈ കണ്ണട വീട്ടിൽ കൊണ്ടുപോയോ? ഇല്ല, തന്നില്ല. അത് കൊണ്ടുപോകാത്ത ഭാഗ്യം. 10-15 കിലോ ഒന്നും ഉണ്ടോ അതിന്? മുകളിൽ പാലം വരെ വളഞ്ഞു അതിനു വേണ്ടി തന്നെ പണിപ്പിച്ചാണ്. കാരണം ഈ കള്ളന്റെ പ്രത്യേകത വെച്ചാല് ആന്റീക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന തലമുറകളായിട്ട് ആന്റീക്സ് മാത്രം മോഷ്ടിച്ചാൽ മതി എന്ന് പറയപ്പെടുന്ന കുടുംബത്തിൽ നിന്ന് വന്നൊരു കള്ളനാണ്. ആന്റീക് ലവറാണ്. അപ്പൊ അയാളുടെ ശൈലിയും അയാളുടെ വേഷവും അയാളുടെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാം അടിച്ചു മാറ്റിയതാ. അപ്പൊ അതിന്റെ ഒരു ടച്ച് ഉണ്ട്. ആ കണ്ണടയൊക്കെ ചിലപ്പോ പണ്ടത്തെ ബ്രിട്ടീഷ് രാജാവൊക്കെ ഉപയോഗിച്ചൊക്കെ ആയിരിക്കുമല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ. ഈ പ്രേമസൂത്രത്തിലും ആ ടൈമിൽ ചെയ്യുന്ന സിനിമകളിലൊക്കെ ഒരു പാവം ബാലുവർഗീസിന്റെ ഒരു സോണുണ്ട്. പാവത്താൻ, ഇയാള് ഭയങ്കര നിസ്സഹായനാണ് എന്നുള്ളൊരു സോണുണ്ട്. അത് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ല, ഇത് ഒരു പള്ളിയച്ചനാണ്. ബേസിക്കലി ഭയങ്കര
വളരെ ശുദ്ധനായിട്ടുള്ള എല്ലാവർക്കും നല്ലത് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു അച്ഛനാണ് തോമസ് എന്നതിനകത്ത് ക്യാരക്ടർ. ഇയാൾക്ക് പക്ഷെ ഇയാളുടെ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോകുന്നതാണ്. അപ്പോ അത് നമുക്ക് ചിലപ്പോ പാവം തോന്നാം, പക്ഷെ പ്രേമസൂത്രത്തിന്റെ ചെറുപ്പ മറ്റേ ഭയങ്കര ഒരു ചെറിയ പയ്യനും അങ്ങനെയൊക്കെയാണ് പ്രേമസൂത്രത്തെ, അങ്ങനത്തെ ഒരു ക്യൂട്ട്നെസ് അതൊക്കെയായിരുന്നു അതിനകത്ത്. ഇതിൽ അങ്ങനത്തെ ഒരു ആണല്ലോ, ഒരു പള്ളിയിലച്ഛനാണ്, പക്ഷെ ഇയാള് സിറ്റുവേഷൻസിൽ പെട്ടുപോകുന്നു. റിയാക്ട് ചെയ്യുന്ന ആളാണ്, പ്രശ്നങ്ങളോടൊക്കെ പ്രതികരിക്കുന്ന അങ്ങനത്തെ ഒരു സോൺ ഉണ്ടോ പുള്ളിക്ക്? റിയാക്ട് ചെയ്യും, പക്ഷെ അങ്ങനെ ഓവർ റിയാക്ഷൻ ഇല്ല അല്ലെ? ഓക്കെ. ട്രെയിലർ അങ്ങനെ ചോദിച്ചു, എന്തോ ഒരു പണിയൊക്കെ കൊടുത്തിട്ട് വന്നു എന്നൊക്കെ പറയുന്ന ഒരു സീൻ ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ എന്തെങ്കിലും പരിപാടിയാണ്. പുതിയ അനശ്വരി, ഇപ്പൊ മലയാളി ഫ്രം ഇന്ത്യ ചെയ്യുന്ന സമയത്തെ അത് ശരിക്കും ഒരു കൊമേഴ്ഷ്യൽ പടത്തിലെ നായിക, അതായത് നായകന് കൂടെ രസം ഉണ്ടാക്കി എന്റർടൈനിങ് ആയിട്ടുള്ള ഒരാള്. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ഇപ്പൊ നേര് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓസ്റ്റർ ചെയ്യുന്നുണ്ട്, ഇതില് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാ ചൂസ് ചെയ്യുക? ഇപ്പൊ ഒരു വലിയ പടം വന്നാൽ ഓക്കെ ആണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല? വലിയ പടം നോക്കിയൊന്നുമില്ല. നല്ല സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട് നല്ലൊരു ടീമാണെങ്കിൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വലിയ ടീമിന്റെ പടം അങ്ങനെയൊന്നുമില്ല. ആ ക്യാരക്ടർ ആ പടത്തിനകത്ത് ഇമ്പോർട്ടന്റ് ആയിരിക്കണം എന്നുള്ളൂ. ഇപ്പൊ പല ഡയറക്ടേഴ്സിനും ഓരോരോ രീതി ഉണ്ടാവില്ല. ഇപ്പൊ ഷാജി കൈലാസ് സാർക്ക് ഷോർട്ടിൽ മാത്രം ഈ ഷോട്ടിൽ എനിക്ക് ഇതാണ് വേണ്ടതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഇഷ്ടത്തിൽ ചെയ്തോളൂ, ഞങ്ങളത് ഷൂട്ട് ചെയ്തോളാം, അങ്ങനെ ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. എന്താണ് ഇദ്ദേഹത്തിന്റെ ഒരു രീതി? പുള്ളി ഷൂട്ട് ചെയ്യും. അതല്ല, ഇങ്ങനെ എനിക്ക് ഇതാണ് ഷോട്ടിൽ വേണ്ടത്, നിങ്ങൾ പിടിവാശിക്കാരനാണ്. വളരെ പുള്ളിക്ക് മനസ്സിലുള്ള തോന്നുന്ന സംഭവങ്ങളുണ്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി എത്ര ടേക്സ് വേണമെങ്കിലും പോവും. അത് അയാൾക്ക് മഹേഷേട്ടന് വേണ്ട രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് കിട്ടുന്നവരെയും ഷോട്ട് പോവും. പിന്നെ രണ്ടാമത് എനിക്ക് ഏറ്റവും പ്ലസ് പോയിന്റ് നമുക്ക് ഇതിൽ കിട്ടിയ പ്രൊഡ്യൂസർ തന്നെയാണ്. കാരണം ഒരു തുടക്കക്കാരെന്നുള്ള രീതിയിൽ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് കുറച്ചൊക്കെ ഒരു ലിമിറ്റേഷൻസ് വെച്ചിട്ടൊക്കെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ ഞാനൊക്കെ നായകനായിരുന്ന പടത്തിന്റെ ഒക്കെ ബഡ്ജറ്റ് പരമായിട്ട് നോക്കുമ്പോൾ, പക്ഷെ ഇതിന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഹേഷേട്ടന് വേണ്ടത് എന്താണോ അത്, പിന്നെ ആർട്ട്പരമായിട്ട് ഏത് രീതിക്കാണോ മൊത്തം ഈ പള്ളിയും ഈ മേടയൊക്കെ ഫുൾ സെറ്റ് ഇട്ടേക്കുന്നത്. അപ്പൊ അത്രയും ഫ്രീഡത്തോടെ അത്രയും നല്ല ക്വാളിറ്റി തന്നെ ഈ പടം ചെയ്യണം നിർബന്ധമുള്ള ഒരു പ്രൊഡക്ഷൻ വന്നതാണ് ഏറ്റവും വലിയ മഹേഷേട്ടന്റെ പുണ്യാളനാണ് മുമ്പര് എന്നാണ് പറയപ്പെടുന്നത് എപ്പോഴും. ഓക്കെ. ഈ നമ്മൾ നിർബന്ധം പിടിക്കുമല്ലോ ഇന്ന കാര്യങ്ങൾ ആക്ടേഴ്സ് ഇന്ന പോലെ ചെയ്യണം. ഇപ്പൊ സെൽവരാഘവനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്ര വട്ടേ കണ്ണിങ്ങനെ ആക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയാം. ഈ നിർബന്ധം പിടിക്കുന്നതാണോ ശരിക്കും ഒരു നല്ല ഡയറക്ടർ, അതോ അവരുടെ സോണിലേക്ക് അവരെ വിടാം എന്നിട്ട് നമുക്ക് അവരെ ഷൂട്ട് ചെയ്യാം, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ? അതാ ശരിക്കും നല്ല രീതി? രണ്ട് തരത്തിലും നല്ല രീതിയിൽ ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ. അത് ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് രണ്ടും വന്നാൽ രണ്ടും നല്ലത് എന്ന് പറയാൻ പറ്റും. ഓഫ് കോഴ്സ് ഡയറക്ടേഴ്സ് ഇപ്പം സെൽവരാഘവനെ പോലെയോ അല്ലെങ്കിൽ വെട്രിമാരൻ സാറിനെ പോലെ ആളുകൾ അവർ പറയുന്ന, ബാലാ സാറിനെ പോലെ അവർ പറയുന്നതേ ചെയ്യാവുള്ളൂ. നല്ല പടങ്ങളില്ലേ ഇപ്പോ ആ പടത്തിന്റെ ക്യാരക്ടർ അങ്ങനെ ഇരിക്കും. അതെ, രാജീവ് രവി സാറിനെ പോലെയൊക്കെ ഉള്ളവർ ഈ പറഞ്ഞ പോലെ റിയലിസ്റ്റിക് ടൈപ്പ് ഓഫ് നിങ്ങൾ ഇതാണ് സിറ്റുവേഷൻ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന നല്ലത് വന്നിട്ടില്ലേ. സോ അത് രണ്ടും നല്ലത് തന്നെയാണ്. അത് നല്ല രീതിയിൽ സംഭവിക്കുമ്പോൾ ഗംഭീരമാവും. ഇന്നതാണ് നല്ലത്. ഇവര് മൂന്നുപേരിൽ ആരാ സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റ്? ഫസ്റ്റ് ടേക്കിലൊക്കെ ഇവര് മൂന്നുപേരും ഗംഭീര ആർട്ടിസ്റ്റാണ്. സോ സിംഗിൾ ടേക്കിൽ ഒരുപാട് അല്ല ഇപ്പൊ വല്ല ഫ്യൂസ് ഒക്കെ അടിച്ചു പോയിട്ട് ലൈറ്റ് ഒക്കെ പോയ രണ്ടാമത് എടുക്കേണ്ടി. പിന്നെ ഒരിക്കലും ആ ഒരു കോമ്പറ്റീഷൻ പരിപാടി ഇല്ല കേട്ടോ. ഫസ്റ്റ് ടേക്കിൽ ഇവിടെ ഓക്കെ ആക്കി കൊണ്ടുപോകാനല്ല നമ്മള്, എത്ര ടേക്ക് ആയാലും അത് ഭംഗിയായിട്ട് വരാന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫസ്റ്റ് ടേക്ക് ആ ഒരു മൂടേ ഇല്ല. ഫസ്റ്റ് ടേക്ക് തീർത്ത കാശുള്ളൊന്നും കിട്ടുന്നില്ല. ഇൻഡസ്ട്രി വരുമ്പോ അങ്ങനെയൊക്കെ പറയാനോ, ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കി അത് വലിയ കാര്യമാണ്, അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നോ? അതായത് അങ്ങനത്തെ അതെന്താന്ന് പറയാ, എനിക്ക് ആ കാലഘട്ടത്തിൽ റീൽ ആയതുകൊണ്ട് നമ്മൾ മാക്സിമം റിഹേഴ്സൽ എടുത്ത് കാരണം നമുക്ക് പ്ലേ ബാക്ക് പിന്നീടാണ് റീലിൽ വന്നത്. പിന്നെ അത് ഡിജിറ്റലായി, അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അത്രയും റിഹേഴ്സൽ എടുത്തിട്ടാണ് നമ്മൾ ടേക്ക് എടുക്കുക. ഫസ്റ്റ് ടേക്ക് തന്നെ റെഡി ആക്കണം കേട്ടോ, കാരണം ബഡ്ജറ്റ് വൈസ് ഭയങ്കരമായിട്ട് ഹൈക്കാവും. അതുപോലെ നമുക്ക് മുമ്പ് ഉള്ള ഞാനൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഒന്നും ഒരു പിടുത്തം പോലും കിട്ടാത്ത അത്തരത്തിൽ ലെജൻഡേഴ്സ് ആണ് അവരൊക്കെ. ഒന്നാലോചിച്ച് പോകും അവർക്ക് റിയൽ അവർ കണ്ണിൽ കണ്ടിട്ടാണ് ഓക്കെ പറയുന്നത്. ക്യാമറമാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ അത് ചെക്ക് ലീഫിൽ ഒപ്പിട്ട് കൊടുക്കുന്ന പോലെയാ. കാരണം പിന്നെ അത് പ്രിന്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് മോണിറ്റർ കാണാം അത് എക്സ്പ്രഷൻ റെഡി ആയില്ല, അല്ലെങ്കിൽ ലൈറ്റിംഗ് ഷോട്ട് മിസ്റ്റേക്സ് അതൊക്കെ നോക്കാം.
ആലോചിച്ച് നമ്മളൊക്കെ ഇപ്പോഴും അന്നെടുത്ത സിനിമകളുടെ പോലെ ഉള്ള സിനിമകൾ എടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പെർഫെക്ഷനിലേക്ക് എത്താൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ എന്ത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആണ്, ആക്ടേഴ്സ് ആണെന്നുള്ളത് നമുക്ക് ആക്ടേഴ്സിന്റെ കയ്യിലാണ് ഈ ആക്ഷൻ കണ്ടിന്യൂറ്റി ഒക്കെ. ഇപ്പോൾ അസോസിയേറ്റ് ഡയറക്ടേഴ്സും ആക്ടേഴ്സ് ചെയ്യുന്നുണ്ട്, എങ്കിലും നമുക്ക് നോക്കാനുള്ള, നമുക്കൊന്നുകൂടെ റീചെക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. പണ്ട് ADs വന്നിട്ട് ബുക്കിൽ എഴുതി വെക്കും, ആ, ഇടത്തേക്കായി ഇത്ര പൊങ്ങിയിട്ടുണ്ട്, അതെ. ഇങ്ങനെ നീക്കുന്നുണ്ട്. ഇപ്പൊ ഫോട്ടോ എടുത്തിട്ട് പ്ലേ ബാക്കിൽ വീഡിയോ എടുത്ത് കാണിച്ചു. അല്ല, അത് ഗുണമാണ്, കാരണം നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് പിടിക്കാൻ കഴിയും. പറ്റുന്നുണ്ട്. ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ മോണിറ്ററിൽ നോക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടല്ലോ. അപ്പൊ അത് ചെയ്യാത്ത ആളുകളുണ്ടല്ലോ. ഇപ്പൊ ഫഹദിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഡയറക്ടറിന്റെ വിഷനെ ഇതാക്കുന്നത്. അപ്പൊ അനുരാഗ് പിന്നെ റൈഫിൾ ക്ലബ് ചെയ്തപ്പോഴും ആഷിഖേണ്ട മുഖമായിരുന്നു പുള്ളിയുടെ മോണിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ എത്രത്തോളം ഈ മോണിറ്ററിനെ ആശ്രയിക്കാറുണ്ട്? മോണിറ്റർ നോക്കാറുണ്ട് നമ്മള് ചെയ്തത്. ഞാൻ കുറവാ മൊത്തത്തില് എങ്ങനെ പ്ലേ വന്നേക്കണെന്ന് നോക്കാനൊക്കെ ഇട്ട് നോക്കാറുണ്ട്. അല്ലാതെ മറ്റേ എല്ലാ ഷോട്ടും ഇതിങ്ങനെ തന്നെയാണ് അതല്ല, അല്ലാണ്ട് നമ്മൾ നോക്കാറുണ്ട്. അനുശ്രീനെ കോൺഷ്യസ് ആവും മോണിറ്റർ നോക്കി കഴിഞ്ഞാല്? അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ മേ ബി ഒരു ഡയറക്ടറെ ഫേസ് തന്നെയാണ് നോക്കുക. ഒരു കട്ട് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നോക്കുക ഡയറക്ടർ, അല്ലെങ്കിൽ അവരുടെ കട്ട് എങ്ങനെയാണെന്നുള്ളത്. കട്ട് ആണോ അല്ലെങ്കിൽ കട്ട് ആണോ, ഇതെന്തൊരു കട്ട്, ഷോട്ട് ഓക്കെ, കട്ടാ ഷോട്ട് ഓക്കെ, റെഡി. ആക്ച്വലി നമുക്ക് ചില സമയത്തൊക്കെ ചില സീനുകൾ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ക്ലൈമാക്സ് സീൻ അല്ലെങ്കിൽ ഫൈറ്റ് സീക്വൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല നമ്മൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ചെയ്തിട്ടുള്ള ചില സീനുകൾ ഉണ്ടാവും. ഇവർ വന്നിട്ട് കണ്ടിട്ട് കൊള്ളാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ ഞാൻ വിളിച്ച് കാണിക്കാറുണ്ട്, ചേട്ടാ ഇതാണ്. ഇവരെ കാണിച്ചിട്ടുണ്ടോ സീനുകൾ? ഉറപ്പായിട്ടും. ഞാൻ പെട്ടെന്ന് നിങ്ങളൊരു ഗെയിമിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു ഗെയിമാണ് കേട്ടോ. ഗെയിമിന്റെ പേര് ലിങ്ക് ഓഫ് ദ ലിങ്ക് എന്നാണ്. അതായത് ഒരേ കോമൺ എലമെന്റ് വരുന്ന 2 സിനിമകൾ ഞാൻ പറയും. ആ 2 സിനിമകൾ ഏതാണെന്ന് നിങ്ങൾ പറയണം. ഞാൻ ഒരു ട്രയൽ കാണിച്ചു തരാം. ഒരു 2 പടങ്ങളുടെ ത്രെഡാണ് പറയുന്നത്. ഒരാൾ പുലിയെ പിടിക്കാൻ ഒരു ഗ്രാമത്തിൽ വരുന്നു. അയാൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാവുന്നു. അച്ഛനെ കൊന്ന പുലിയെ നായകൻ വേലെറിഞ്ഞു കൊല്ലുന്നു. ഇത് 2 പുലിമുരുകനും മൃഗയും. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ടീം പുണ്യാളൻ, നിങ്ങളുടെ ടീം പുണ്യാളത്തി. ഓക്കെ, നിങ്ങളുടെ ടീം പുണ്യാളത്തി. 2 ടീമുണ്ട്. ഇത് ടീം എ, അല്ലെങ്കിൽ പുണ്യാളനും കള്ളനും. പുണ്യാളനും കള്ളനും. അപ്പൊ നിങ്ങളുടെ ടീം കള്ളൻ, നിങ്ങളുടെ ടീം കള്ളൻ, നിങ്ങളുടെ ടീം പുണ്യാളൻ. സെറ്റ് അല്ലേ? ഫസ്റ്റത്തെ ചോദ്യം. പുഴയിലേക്ക് വളയെറിഞ്ഞ് മാസ് കാണിക്കുന്ന നായകൻ, പുഴയിൽ നിന്ന് മാസായി പൊന്തി വന്ന് ദേക്കാണ് എന്ന് പറയുന്ന നായകൻ. നരൻ. നരേനും ലാലേട്ടനും നരൻ. പുഴയിലേക്ക് എന്തെറിഞ്ഞിട്ട് വള വള വളയോ? ഇത് 6ാം നമ്പര് നരനില്ലേ ഇതിന് സ്വന്തം പടത്തില് നായകന് മനസ്സിലാകാത്ത പടം. സ്വന്തം പടം, സ്വന്തം പടമാണത്. നമ്മൾ ഒരുമിച്ച് സൂപ്പർ ശരണ്യ. അത് ഏത് പടം? 50 കോടി അടിച്ച പടമാണത്. പറഞ്ഞു കൊടുത്ത ക്യാരക്ടറിന് ഒരു ഭയങ്കര പാസ്റ്റ് ഉണ്ട്. അതിലിങ്ങനെ ഇടിവളം എടുത്തിട്ട് പുഴയിലേക്ക് എറിഞ്ഞിട്ട് അത് മറന്നോ? നിങ്ങൾ എന്ത് ഏത് പടം ഓക്കെ, ടീം കള്ളൻ. എലിക്കൊപ്പം ഫ്രീസറിൽ ട്രാപ്പ് ആവുന്ന നായിക, ഒളിച്ചോട്ടത്തിനിടയിൽ സൈക്കോക്കൊപ്പം വീട്ടിൽ ട്രാപ്പ് ആവുന്ന നായിക. ഹെലനും ഒളിച്ചോട്ടത്തിനിടയിൽ സൈക്കോക്കൊപ്പം വീട്ടില് ഇവര് പറയട്ടെ. ഒളിച്ചോട്ടത്തിനിടയിൽ സൈക്കോക്കൊപ്പം വീട്ടിൽ ട്രാപ്പ് ആവുന്ന നായിക. ക്ലൂ തരാം. ക്ലൂ ഞാൻ നേരത്തെ കൊടുത്തോർന്നു. ഫഹദ് ഫാസിലിന്റെ കരിയറിലെ ഏറ്റവും വേറെ ലെവൽ പടാത്. മറ്റേ പടം പറ. അപ്പൊ നിങ്ങൾ തോറ്റു, അവരാ പറഞ്ഞത്. അത് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ നേരത്തെ ഒരെണ്ണം നിങ്ങൾ പറഞ്ഞില്ല അല്ലെ? അപ്പൊ 0-0. ഓക്കെ, പറഞ്ഞല്ലോ. ഇവര് 2 പറഞ്ഞില്ലല്ലോ. ശരി, അപ്പൊ 1. നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറയാൻ പാടില്ല, ഞങ്ങളുടെ ചാൻസ് അല്ലേ? ഒളിച്ചോട്ടത്തിനിടയില് പുണ്യാളൻ. കഥ കൂടി പറ. കഥ ഗെയിമിന് വേണ്ടി അടുത്തത് ശ്രദ്ധിച്ചേക്കണം. അടിക്കാത്ത ലോട്ടറിയുടെ പേരിൽ ജോലി നിർത്തുന്ന വീട്ടുജോലിക്കാരൻ, ലോട്ടറി അടിച്ചതിന്റെ പേരിൽ ഒഴിവാക്കിയ ഭാര്യയെ തിരിച്ചു വിളിക്കുന്ന നായകൻ.
അത് രണ്ടാമത്തെ പടം. ആദ്യത്തെ പടം കിലുക്കം. 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 ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ട് അല്ലേ? ഓക്കെ, ഒന്ന് ഇവിടെ തല്ലുണ്ടാക്കുന്നതിന് ശിക്ഷയായി കോളേജ് ഗ്രൗണ്ടിൽ ഓടുന്ന നായകൻ, കോളേജിൽ ഗുണ്ട് പൊട്ടിച്ചതിന് ശിക്ഷയായി 2 മാസം സസ്പെൻഷൻ വാങ്ങിക്കുന്ന നായകൻ. അത് കുറെ സിനിമയിലുണ്ടല്ലോ. കോളേജിൽ ഓടുന്ന നായകൻ സ്പീഡില് ദിലീപേട്ടൻ, പിന്നെ സ്പീഡ് ട്രാക്കില് ഗുണ്ട് പൊട്ടിച്ചതിന് 2 മാസം സസ്പെൻഷൻ. പ്രേമം. അടുത്തത് ABC മാതൃകയിൽ ആളെ കൊല്ലുന്ന സൈക്കോ, കൊന്നു കഴിഞ്ഞ് ബോഡിക്കൊപ്പം പ്രതിമ വയ്ക്കുന്ന സൈക്കോ. വേറൊരു പടം ഉണ്ട്, ആദ്യത്തെ പടം. ABC മാതൃകയിൽ ആളെ കൊല്ലുന്ന സൈക്കോ. ഗ്രാൻഡ് മാസ്റ്റർ. ഓക്കെ, പറഞ്ഞു. അടുത്തത് ഗ്രാൻഡ് മാസ്റ്ററും 5-ാം പാതിരിയും. പാട്ടുപാടി ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുന്ന പ്രേതം, ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് ആൾക്കാരെ പേടിപ്പിക്കുന്ന പ്രേതം. പാട്ടുപാടി സുരേഷ് ഗോപി. സമ്മർ പാലസ്. അല്ലത് ഏതായിരുന്നു പടം? മറ്റേ പടം ഫ്രിഡ്ജിനുള്ളിൽ ഇരുന്ന് ആൾക്കാരെ പേടിപ്പിക്കുന്ന പ്രേതം. ആയിരം നോക്കരുത്. ഫ്രിഡ്ജിനുള്ളിൽ ഇരുന്ന് ആൾക്കാരെ പേടിപ്പിക്കുന്ന പ്രേതം. പൃഥ്വിരാജാണ്. ഗുണ്ടയായ അച്ഛന്റെ മകൻ സ്ഥലം SI ആയി ചാർജ് എടുക്കുന്നു, കോൺസ്റ്റബിൾ ആയ അച്ഛന്റെ മകൻ സ്ഥലത്തെ പ്രധാന ഗുണ്ടയാവുന്നു. കിരീടം. അത് രണ്ടാമത്തെ. ആദ്യത്തെ പടം പറ. ഗുണ്ടയായ അച്ഛന്റെ മകൻ സ്ഥലം SI ആയി ചാർജ് എടുക്കുന്നു. മൈക്ക് ജോൺസൺ. ബെൻ ജോൺസൺ. അങ്ങനെ ഈ ഗെയിം ഞാൻ പ്രഖ്യാപിക്കുന്നു. ടീം കള്ളം ജയിച്ചിരിക്കുന്നു. അതൊക്കെ അത്രയുള്ളൂ. ഇവരാണ് ഏറ്റവും നിങ്ങൾ കൈയിട്ട് വന്നിട്ടുണ്ട്. ബെൻ ജോൺസൺ ഗ്രൗണ്ട് സപ്പോർട്ടാ. അർജുൻ ടി പി പ്രമേയമൊക്കെ ചെയ്യുന്ന സമയത്ത് ക്യാരക്ടറിന് കുറെ മറ്റേ കോംപ്ലക്സിറ്റീസും കുറെ മൾട്ടിപ്പിൾ ലെയറും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അത് ഇപ്പൊ പുണ്യാളനില് അത്രയും കോംപ്ലക്സിറ്റി ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇതൊരു കുറച്ചുകൂടി റിട്ടേൺ ആയിട്ട് കുറച്ചുകൂടി ലെയർഡ് ആണ്, ഇത് കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ ആണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്യാൻ ഒരു രീതി അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ ബേസിക്കലി നമ്മളുടെ ആഗ്രഹം ചെയ്യാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ട്രൈ ഔട്ട് ചെയ്യുക, പിന്നെ റിപ്പീറ്റ് അടിക്കാത്ത രീതിയിൽ ക്യാരക്ടർ പിടിച്ചു പോകാന്ന് മാത്രമേ ഉള്ളൂ. പുണ്യാളില് ചിലപ്പോ രോമാഞ്ചത്തിലെ സിനിമയിലായിട്ട് അല്ലെങ്കിൽ കണ്ട് മറന്ന കുറെ ക്യാരക്ടേഴ്സ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സാമ്യം ഉണ്ടാവും. പക്ഷെ അതിൽ തന്നെ മഹേഷ് ഏട്ടൻ ഒരു റിപ്പീറ്റ് അടിക്കാത്ത രീതിയിൽ എന്തെങ്കിലും പുതിയ പരിപാടികൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ബ്രഹ്മയുഗം വയസ്സ് അത് ടോട്ടലി എഴുത്തിലുണ്ടായ ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അത് നമ്മള് പോർട്രേ ചെയ്ത് നമ്മളത് അവരെ രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. അദ്ദേഹം പ്രണവ് മോഹൻലാലൊക്കെ ആയിട്ട് സിനിമ ചെയ്യാൻ പോകുന്ന കേൾക്കും. ഞാൻ കുറെ വിളിച്ച് ചാൻസ് കിട്ടിയില്ല. അടുത്തതിൽ തരാമെന്ന് പറഞ്ഞു. ഈ മഞ്ഞുമലൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഒറിജിനൽ ക്യാരക്ടർ ഡിസൈൻ ആയിട്ട് അവിടെ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ആദ്യം വെച്ചിട്ട് ബാലു എന്തിനാണ് ഉറക്കെ സംസാരിക്കുന്നത് സിനിമയുടെ അടുത്ത്, പിന്നെ ആ ക്യാരക്ടർ നമ്മൾ തിയേറ്ററിന് പുറത്ത് ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോഴാണ് മനസ്സിലായി അദ്ദേഹം ഒറിജിനൽ ആയിട്ട് അങ്ങനെ സംസാരിക്കുന്നതാണ്. അങ്ങനെ ഒറിജിനൽ ആയിട്ട് ഒരു ക്യാരക്ടർ ഉള്ളത് പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യോ? ഉറപ്പായിട്ടും. ശരിക്കും ആ പടത്തില് നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇന്റർവ്യൂസ് ആയിരുന്നു. ആ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾക്ക് പ്രോപ്പർ ഇവരെല്ലാരുമായിട്ട് ഞങ്ങള് 1-2 തവണ ഇവരായിട്ട് കൂടി ഇവരുടെ പരിപാടികൾ എന്താണ്, ഇവരുടെ വേർഷൻ ഓഫ് മഞ്ഞുമൽ ബോയ്സ് എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ആ മീറ്റിംഗ്സ് തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു നമുക്കപ്പോ. ഓരോരുത്തരും എങ്ങനെയാണ് ഇവരുടെ ഒരു മൂഡ്, എങ്ങനെയാണ് ഇവരുടെ സംസാരം എന്നെല്ലാം നമുക്ക് കിട്ടിയത്. സിക്സനായിരുന്നു അവിടെ മറ്റേ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണ ആള്. പുള്ളി സിക്സനും സിരിച്ചായിരുന്നു ജീങ്കാരം ചെയ്ത ക്യാരക്ടറായിരുന്നു. അവർ രണ്ടുപേരും ഇപ്പോഴും മറ്റേ ഫുൾ എനർജിയുള്ള മച്ചാന്മാരാണ്. ഇപ്പൊ അങ്ങനെ ഒരു മാസ്റ്റർ പീസിന്റെ ഭാഗമായി അപ്പൊ ഇനിയും വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒരു സിനിമ, അങ്ങനെ ഒരു ചാൻസ്, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടോ? അപ്പൊ ഒരു ഭയങ്കര ഒരു വൺ ഓഫ് എ കൈൻഡ് സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതിന് അങ്ങനെ ചെയ്യാതെ വരുന്നത് തന്നെ ചൂസ് ചെയ്യാൻ അങ്ങനെയാണോ ഇപ്പൊ ബാലിച്ചണ്ട്? അങ്ങനെയല്ല, നല്ല പടങ്ങള് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അത് വർക്കാവുമ്പോഴാണ് അത് നല്ല വേറെ ലീഗ് സിനിമകളിലേക്ക് അത് പ്ലേസ്ഡ് ആവുന്നത്.
അപ്പൊ നല്ല സിനിമ ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ഇപ്പൊ രേഖാചിത്രത്തിൽ ഉൾപ്പെടെ കാണുമ്പോഴേ ഒരു ഗ്രേ ഷെയ്ഡ് ക്യാരക്ടറിനുള്ള പോലെ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കോംപ്ലക്സിറ്റി ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാന്നുള്ളതും ഇപ്പൊ പണ്ട് നായിക എന്ന് പറഞ്ഞാൽ നന്മയുടെ നിറകൂടെ മാത്രമായിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ. ഇപ്പൊ അങ്ങനെ അല്ലാത്തൊരു ഏരിയയും കൂടി ചൂസ് ചെയ്യാന്നുള്ളത് പെർഫോമർ എന്നുള്ള രീതിയിൽ എടുക്കുന്ന ഡിസിഷൻ ആണോ? അത് പെർഫോമർ ഭയങ്കര ഡെയറിങ് ആയിട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. അത് ഇഷ്ടപ്പെട്ട എന്നെ കൊണ്ട് എടുത്താ പൊങ്ങും തോന്നിയ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. രാജ്യത്തും വളരെ പ്രതീക്ഷകളുണ്ട് ആളുകൾക്ക് ട്രെയിലർ ഒക്കെ കാണുന്ന സമയത്ത്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ അനശ്വരയ്ക്കൊരു റെട്രോ സൈഡ് ഉണ്ടല്ലോ, അതായത് റെട്രോ നായികയുടെ ഒരു മുഖം ഉണ്ടെന്ന് ആളുകൾ പറയുമല്ലോ, അതിനെയും കൂടി ഉപയോഗിക്കുന്ന സിനിമയായിരിക്കും രേഖാചിത്രം. തീർച്ചയായിട്ടും അതെ. അങ്ങനെ അധികം ക്യാരക്ടറിനെ പറ്റിയിട്ട് റിവീൽ ചെയ്യാൻ പറ്റില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു കേസ് അന്വേഷണം ഡ്രാമയാണ്. മോർ ഒരു സസ്പെൻസ് എന്നതിനപ്പോ ഒരു ഡ്രാമ, ഇമോഷണൽ പരിപാടി അങ്ങനെയൊക്കെയുള്ള ഒരു രസമുള്ള ഒരു സിനിമയാണ്. ശരിക്കും ഇതൊരു കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഈ പുള്ളിയാണെങ്കിൽ ഇപ്പൊ ഈ കൺഫ്യൂഷൻ ഡ്രാമ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ സിദ്ദിഖ് ലാൽ സിനിമകളിലോ അല്ലെങ്കിൽ പ്രിയദർശൻ സിനിമകളിലോ എന്തെങ്കിലും ഒരു കാര്യം ബേസിക് റൈറ്റിംഗിൽ റെഫറൻസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമോ? ആക്ച്വലി അതൊക്കെ നമുക്ക് അതൊന്നും തൊടാൻ പറ്റില്ല. തൊടാൻ പറ്റുന്ന ഏരിയകളല്ല. നമുക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്, കുറെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമെന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സ്ലാപ്സ്റ്റിക് കോമഡി ട്രാക്കിൽ പോകുന്ന ഏരിയകളുണ്ട്, ത്രില്ലർ സ്വഭാവത്തിൽ പോകുന്ന ഏരിയകളുണ്ട്, ഫാന്റസി ആ ഒരു ഇതിൽ പോകുന്ന ഏരിയകളുണ്ട്. സോ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും തൃപ്തി വരുന്ന ഒരു സിനിമയായിരിക്കും. ഈ കോമഡി പെർഫോം ചെയ്യുന്ന ഇപ്പൊ റൈറ്റർ പെർഫോമേഴ്സ് എന്നുള്ള രീതിയിൽ ഇപ്പൊ ആളുകൾ പറയുന്ന ഒരു കാര്യമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഉൾപ്പെടെ, പണ്ടത്തെ തമാശകൾ ഓർമ്മ നിൽക്കുന്നു, ഇപ്പോഴത്തെ തമാശകൾ ഓർമ്മ നിൽക്കുന്നില്ല എന്ന്. അപ്പൊ അതിന് രണ്ട് കാരണങ്ങളാണ് പറയാറ്. ഒന്ന് അന്നത്തെ പെർഫോമേഴ്സിന്റെ കാര്യം, രണ്ട് ഇന്ന് ആളുകളുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു, അതായത് റീലിലേക്കും അല്ലെങ്കിൽ 10 സെക്കൻഡിലേക്കൊക്കെ ആളുകളുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു എന്നൊക്കെ പറയാം. ശരിക്കും എന്താ ഈ പണ്ടത്തെ തമാശകൾ ഇപ്പോഴത്തെ തമാശകൾ തമ്മിലുള്ള? അല്ല, ഈ തമാശകൾ ആസ്വദിക്കുന്നതിൽ അറ്റൻഷൻ കുറഞ്ഞതിന് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പണ്ടത്തെ തമാശകൾ ഇപ്പോഴും നമുക്ക് ഇങ്ങനെ ഓർമ്മ വരുന്ന പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ ലൈഫുമായിട്ടൊക്കെ ഭയങ്കര അടുത്ത് നിൽക്കുന്ന കോമഡികളായിരിക്കും. ഭയങ്കര ഇപ്പം ഒരു കൂട്ടുകാർ 4 പേര് കൂടിയാലും പറയുന്നത് ചിലപ്പോൾ പഴയ ശ്രീനേട്ടൻ എഴുതി വെച്ച തമാശകൾ ഭയങ്കര നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കുന്ന തരത്തിലുള്ള കോമഡികളായിരിക്കും. ആരെ ഹേർട്ട് ചെയ്യാത്ത അത്തരത്തിലെ കോമഡികളായിരിക്കും. ഇപ്പോഴും ഉണ്ടല്ലോ കോമഡി. ഈ ഇപ്പൊ അച്ഛനൊക്കെ ചെയ്തിരുന്ന പോലത്തെ ഈ സ്ലാപ്സ്റ്റിക് പരിപാടി ഉണ്ടല്ലോ, ഇപ്പൊ സിഐഡി മുർസയിലും അല്ലെങ്കിൽ പറക്കുന്നറിയിലൊക്കെ ഉൾപ്പെടെ ആ വീടിനകത്തൊക്കെ ചെയ്തിട്ടുള്ള കാര്യം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സ്പേസിലേക്കൊക്കെ നമുക്ക് പെർഫോമൻസ് വരാൻ വേണ്ടിയിട്ട് ശരിക്കും റൈറ്റിംഗിൽ അങ്ങനെ ഒരു സബ്ജക്ട് വരിക എന്നുള്ളതാണോ ഇമ്പോർട്ടന്റ്? തീർച്ചയായിട്ടും എല്ലാം കൂടി കറക്റ്റ് മീറ്ററിൽ വന്നാലേ നമുക്ക് ആ സ്ലാപ്സ്റ്റിക് ചെയ്താൽ വർക്ക്ഔട്ട് ആവുള്ളൂ. അപ്പൊ അതിന്റെ കുറച്ച് ശതമാനം നമ്മൾ ഈ പടത്തിൽ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്, സ്ലാപ്സ്റ്റിക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് അന്നത്തെ കാലം അല്ലെങ്കിൽ ഇന്നത്തെ കാലം അതിന്റെ ഡിഫറൻസ് ആണോ പറയണത്? കാലഘട്ടം എന്തായാലും ഡിഫറൻസ് ഉണ്ടല്ലോ. കാരണം അന്നത്തെ ടൈപ്പ് ഓഫ് ഫിലിം മേക്കിങ്ങും അല്ല ഇപ്പോഴും. അപ്പൊ പഴയ ടൈപ്പിൽ ഒരു പടം നമ്മൾ എടുത്തു വെച്ചാൽ ആൾക്കാർ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ പഴയ പോലത്തെ പടങ്ങൾ കാണാൻ ആൾക്കാർ ആഗ്രഹം ഉണ്ടാകുന്ന അറിയില്ല. അപ്പൊ നമ്മൾ ചെയ്തു നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ റിസൾട്ടായിട്ട് മനസ്സിലാവുക. അപ്പൊ ഇപ്പം എന്ന് സ്വന്തം പുണ്യാളില് ചില ഏരിയകളിൽ സ്ലാപ്സ്റ്റിക് ആയിട്ട് പോകുന്ന രീതി ഉണ്ടെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കി ഓഡിയൻസ് കണ്ടിട്ട് പറയട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കണേ. പെർഫോമൻസ് രീതിയിൽ പുതിയതായിട്ട് ട്രൈ ഔട്ട് ചെയ്ത എന്തെങ്കിലും ഏരിയ ഉണ്ടോ അതിനകത്ത്? ഇപ്പൊ ഈ ചങ്സിലൊക്കെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ നെഗറ്റീവ് നല്ല ഗ്രേ ഷെയ്ഡ് പോലെ ലാസ്റ്റ്. അപ്പൊ അതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ക്യാരക്ടറിന്റെ അല്ല, എനിക്ക് അങ്ങനെ കാര്യമായിട്ട് പറയാൻ പറ്റൂല, റിവീൽ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു പള്ളിയിലച്ചനാണ്. അപ്പൊ ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്, അത് പിടിച്ചാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇയാൾക്ക് അങ്ങനെ പല നെഗറ്റീവ് ഷെയ്ഡോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇയാള് ഭയങ്കര ശുദ്ധനായിട്ടുള്ള, എല്ലാവർക്കും നല്ലത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇയാള് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നതാണ്. ചില പെടലുകൾ ഇയാള് പെട്ടുപോകുന്നതാണ്. ചിലരുടെ കാരണത്താൽ ചില പെടലിൽ പെട്ടുപോകുന്നു. 2024 എൻഡ് ആവുന്നു. നിങ്ങൾ 2024 ഏറ്റവും മികച്ച സിനിമയും വിസ്മയിപ്പിച്ച പെർഫോമൻസും പറയാൻ പറഞ്ഞതാ പറയാം. ബ്രഹ്മയുഗം പറഞ്ഞ് സെറ്റാക്കി വെച്ചേക്കണേ. ആവേശം, ബ്രഹ്മയുഗം, മമ്മൂട്ടി, മമ്മൂക്ക.
അപ്പൊ അങ്ങനത്തെ ലെജൻസും മാറ്റി ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവരും വേറെ രീതിയിൽ സിനിമകളെ ചൂസ് ചെയ്യുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ മമ്മൂക്കയുടെ കാര്യം കഴിഞ്ഞ വട്ടം പറഞ്ഞാണ്. ഇപ്പൊ ലാലേട്ടനായാലും ഇപ്പൊ ആവേശത്തിന്റെ ഡയറക്ടറുടെ കൂടെയാണ് പടം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ മാസ്റ്റേഴ്സിന്റെ തെരഞ്ഞെടുപ്പുകളും കൂടി നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നു വിചാരിക്കുന്നു. 4 പേരുടെ നേരത്തിന് ഒരുപാട് നന്ദി. സിനിമ വർക്ക് ആവട്ടെ. രേഖാചിത്രത്തിന് ശേഷം ഈ പടം അല്ലേ 9-ാം തീയതി 10-ാം തീയതി. അപ്പോൾ വലിയ പ്രതീക്ഷകൾ വരുന്ന സിനിമകളാണ്. ആളുകൾ ആ എന്റർടൈനിങ് സോണിലേക്ക് എത്തട്ടെ, കൈയടിക്കട്ടെ, ചിരിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു. Thank you. താങ്ക് യു.